ഇറാനെ കേന്ദ്രീകരിച്ചുള്ള പശ്ചിമേഷ്യയിലെ സുരക്ഷാ ആശങ്കകൾ വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ പുതിയ രൂപത്തിലേക്ക് മാറുന്നതിന്റെ സൂചനകൾ കൂടുതൽ വ്യക്തമായി പ്രകടമാവുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസംഗം ഈ മാറ്റത്തിന്റെ ദിശ വ്യക്തമാക്കുന്നത്. ഇറാന്റെ സൈനിക വ്യാപനവും ആണവ പദ്ധതികളും മേഖലയുടെ സ്ഥിരതയ്ക്ക് വലിയ ഭീഷണിയാണെന്ന ആശങ്ക പങ്കുവച്ച് അതിനെ നേരിടാൻ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുന്ന ശ്രമത്തിലാണ് ഇസ്രായേൽ എന്ന സന്ദേശമാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ച നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ സൈനിക ആണവ അഭിലാഷങ്ങളെ കുറിച്ചുള്ള പൊതുവായ ആശങ്കകൾ കാരണം ഇസ്രയേലും ചില അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാകുന്നതായാണ് സൂചന. ഈ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പേരുകൾ നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഈ പ്രധാനപ്പെട്ട ഉടമ്പടികളെ കുറിച്ച് ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇറാന്റെ ആണവ പദ്ധതിക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കും എതിരായ ആക്രമണങ്ങളിലൂടെ നേരിട്ടുള്ള ഭീഷണി ഒഴിവാക്കാൻ സാധിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ശേഷിയെ ഇസ്രയേൽ തകർത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ഇറാനിലെ ഭരണകൂടം വൈകാതെ തന്നെ തകരുമെന്നും അദ്ദേഹം പ്രവചിച്ചു. മേഖലയിലെ മറ്റ് സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കവേ ഹിസ്ബുള്ള ഇനി ഇസ്രയേലിന് ഒരു ഭീഷണി അല്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാൻ സാധിച്ചതും ഹിസ്ബുള്ളയുടെ ഭീഷണി കുറയ്ക്കാൻ കാരണമായി അദ്ദേഹം കാണുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കുമെതിരെ ഇസ്രയേൽ നടത്തിയ ശക്തമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയെ പോലുള്ള ഇറാൻ അനുകൂല സംഘടനകളുടെ ശക്തി കുറയ്ക്കാൻ സഹായിച്ചു എന്നാണ് നെതന്യാഹുവിന്റെ വാദം. ഇറാനെ കേന്ദ്രീകരിച്ചുള്ള പശ്ചിമേഷ്യയിലെ സുരക്ഷാ ആശങ്കകൾ വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ പുതിയ രൂപങ്ങളിലേക്ക് മാറുന്നതിന്റെ സൂചനകൾ കൂടുതൽ വ്യക്തമായി ഇവിടെ പ്രകടമാവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരു സാധാരണ നയതന്ത്ര നീക്കമല്ല, മറിച്ച് അടുത്ത കാലത്ത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയവും സൈനികവുമായ ഗതികൾ എങ്ങനെയാകുമെന്ന് നിർണ്ണയിക്കാൻ സാധ്യതയുള്ള നിർണായക ഘട്ടത്തിന്റെ സൂചനയാണെന്ന് വേണം വിലയിരുത്താൻ. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഇസ്രയേലും ചില അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടായ മാറ്റം ശ്രദ്ധേയമാണ്. ഒരിക്കൽ പരസ്പരം അവിശ്വാസത്തോടെയും വൈരാഗ്യത്തോടെയും നോക്കിയിരുന്ന രാജ്യങ്ങൾ ഇന്ന് പൊതുവായ ഭീഷണികളെ മുൻനിർത്തി സഹകരിക്കാൻ തയ്യാറാകുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ പ്രഭാവം ഇറാഖ്, സിറിയ, ലെബനൻ, യമൻ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയും വ്യാപിക്കുന്നതോടെ അതിനെ പ്രതിരോധിക്കാൻ പ്രാദേശിക ശക്തികൾക്ക് ഏകോപനം അനിവാര്യമായി മാറിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന്റെ നയതന്ത്ര നീക്കങ്ങൾ ഒരു പുതിയ സുരക്ഷാ കൂട്ടായ്മയ്ക്ക് വഴിയൊരുക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് വെറും സഖ്യനിർമ്മാണത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല, മറിച്ച് ഭാവിയിൽ ഉണ്ടാകാവുന്ന യുദ്ധ സാഹചര്യങ്ങളുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കാൻ ഇടയാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു പക്ഷത്ത് ഇറാന്റെ ആണവശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആശങ്ക ഉയർത്തുമ്പോൾ മറുവശത്ത് അതിനെ തടയാൻ പ്രാദേശിക തലത്തിൽ ശക്തമായ സൈനിക നയതന്ത്ര കൂട്ടായ്മ രൂപപ്പെടുകയാണെങ്കിൽ അത് സംഘർഷത്തെ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതയുമുണ്ട്. സഖ്യങ്ങൾ ശക്തിപ്പെടുമ്പോൾ പ്രതിസഖ്യങ്ങളും രൂപപ്പെടുമെന്നത് ചരിത്രം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ ഭാവി എന്ന ആശയം പുതിയ അർത്ഥങ്ങൾ കൈവരിക്കുന്നു. പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് മാറി സാങ്കേതിക വിദ്യയെയും രഹസ്യ വിവരണ ശേഖരണത്തെയും ആധാരമാക്കി നടത്തുന്ന ഹൈബ്രിഡ് യുദ്ധങ്ങൾക്കും പ്രോക്സി സംഘർഷങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകാനാണ് സാധ്യത. സഖ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ രാജ്യങ്ങൾ ശ്രമിക്കുമ്പോഴും അതിന്റെ പ്രതിഫലനം വിവിധ മേഖലകളിൽ പടർന്നു പിടിക്കുന്ന ഒരു ശീതയുദ്ധ സ്വഭാവം കൈവരിക്കാൻ ഇടയുണ്ട്. അന്താരാഷ്ട്ര ശക്തികളുടെ പങ്കും ഈ സമവാക്യത്തിൽ നിർണായകമാണ്. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന ഇടപെടലുകൾ ഈ പുതിയ സഖ്യ രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കും. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുന്നതോടെ ഇറാൻ തന്റെ സഖ്യബന്ധങ്ങൾ കൂടുതൽ ഉറപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. ഇത് പ്രദേശത്തെ ശക്തി സമവാക്യത്തെ കൂടുതൽ തീവ്രമാക്കുകയും ഒരു ചെറിയ സംഘർഷം പോലും വലിയ യുദ്ധത്തിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ നെതന്യാഹുവിന്റെ പ്രസ്താവന ഒരു രാഷ്ട്രീയ പ്രസംഗം എന്നതിലുപരി അടുത്ത കാലത്തെ യുദ്ധഭാവിയെ തന്നെ നിർണ്ണയിക്കാൻ ഇടയാക്കുന്ന ഒരു മുന്നറിയിപ്പായാണ് കാണേണ്ടത്. സഖ്യങ്ങൾ രൂപപ്പെടുന്നതും ശക്തിപ്പെടുന്നതും ഒരു വശത്ത് സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമമാണെങ്കിലും മറുവശത്ത് അത് സംഘർഷ സാധ്യതകളെ കൂടി ഉയർത്തുന്നതാണ്. ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ ഓരോ നീക്കവും ഓരോ സഖ്യവും ഭാവിയിലെ യുദ്ധത്തിന്റെ രൂപരേഖ തന്നെ നിർണ്ണയിക്കാൻ കഴിവുള്ളതാണ് എന്ന് പറയാം.